എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നക്ഷത്രഫലമാണ് നമ്മളിവിടെ 27 നക്ഷത്രങ്ങളുടെയും ഫലമാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി അശ്വതി. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ഉണ്ടാകും. തൊഴിലിൽ അഭിവൃദ്ധിയും നേട്ടങ്ങളും വന്നുചേരും. യാത്രയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കേസുകളിലും മറ്റും അനുകൂലമായ വിധി ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കച്ചവടക്കാർക്കും കാർഷിക രംഗത്തുള്ളവർക്കും ദിവസം അനുകൂലമാണ്. ദാമ്പത്യ സുഖം, പ്രവൃത്തി വിജയം, സന്താനങ്ങൾ നിമിത്തം നേട്ടം എന്നിവ ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കൂട്ടു ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും. രോഗശാന്തി വന്നുചേരും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. പുതിയ അവസരങ്ങൾ വന്നുചേരും. പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. അടുത്തത് മകയിര നക്ഷത്രമാണ്. കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. വിശേഷ വസ്ത്രാഭരണാദികളുടെ ലഭ്യത ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ദൂരയാത്രകൾ ഫലപ്രദമാകും. സന്താനങ്ങൾക്ക് പേരും പെരുമയും വർദ്ധിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പാരമ്പര്യ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തീരും. കഴിവിന് അനുസരിച്ച് അംഗീകാരം കിട്ടും. ധനപരമായി വളരെ നല്ല ദിവസമാണ്. പൊതുവെ മികച്ച ദിവസവും അന്യരിൽ നിന്നും സഹായം ലഭിക്കുന്ന ദിവസവുമായിരിക്കും. അടുത്തത് പുണർദ നക്ഷത്രമാണ്. ആത്മവിശ്വാസക്കുറവ് മുഖേന അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരും. എല്ലാ രംഗത്തും പരാജയം ദൃശ്യമാകും. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രാ ക്ലേശം ഉണ്ടാകും. നിർണായക നിമിഷങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കണം. അനാവശ്യമായി പണം ചിലവാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസത കാണിക്കും. കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകും. ക്ഷമയില്ലായ്മ കാരണം നഷ്ടങ്ങൾ വന്നുചേരും. അടുത്തത് മകം നക്ഷത്രമാണ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ കർശനമായ നടപടികൾ എടുക്കേണ്ടി വരും. കലഹങ്ങളിൽ നിന്നും മാറി നിൽക്കണം. വിവാഹം ഒഴിഞ്ഞുപോകും. യാത്രയിൽ ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യത. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുവാൻ ഇടയുണ്ട്. എല്ലാവരോടും മയത്തിൽ പെരുമാറണം. തർക്ക വിഷയങ്ങൾ ഉണ്ടാകും. എതിരാളികളുടെ വിമർശനങ്ങളെ മറികടക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായി ധാരാളം മത്സരങ്ങൾ നേരിടേണ്ടി വരും. പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം കിട്ടില്ല. ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. കലാപരമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. അനുകൂലമായ വിവാഹബന്ധം വന്നുചേരും. താൽക്കാലികമായ ജോലി സ്ഥിരമാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കലാമത്സരങ്ങളിൽ വിജയം ലഭിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. സന്താനങ്ങൾ മുഖേന മനക്ലേശത്തിന് സാധ്യത. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും. മിത്രങ്ങൾ ശത്രുക്കളാകും. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ട സമയമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ദാമ്പത്യ കലഹം അവസാനിക്കും. പ്രണയജീവിതത്തിൽ വാക്കേറ്റം അവസാനിക്കും. ധനപ്രാപ്തി ഉണ്ടാകും. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. അടുത്ത വിശാഖം നക്ഷത്രമാണ്. സന്താനങ്ങളാൽ കീർത്തി വർദ്ധിക്കും. വ്രതാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുണ്ടാകും. വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും. ജോലിഭാരം കുറയും. തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കും. ഉന്നത പഠനത്തിലുള്ള സാഹചര്യം വന്നുചേരും. സാഹസിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സുഹൃത്ത് സഹായത്താൽ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടും. കുടുംബസമേതം യാത്രകൾ നടത്തുവാനുള്ള പദ്ധതിയിടും. പ്രയത്നം സഫലമാകും. ബന്ധുബലം വർദ്ധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അധിക ചെലവുകൾ വർദ്ധിക്കും. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. സംസാരം നിയന്ത്രിക്കണം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സംസാരം മുഖേന ശത്രുക്കൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. പ്രണയം പരാജയപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കടബാധ്യതകൾ മുഖേന ദുരിതങ്ങൾ വർദ്ധിക്കും. കാര്യങ്ങൾ വളരെ പ്രതികൂലമാകും. വിവാദങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം.
അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാം. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. യാത്രയും അധ്വാനവും ആരോഗ്യത്തെ ബാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ വന്നുചേരും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വിവാദങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും. ആരോഗ്യപരമായ മോശം സമയമാണ്. വിശ്വസ്തർ അവശ്യ സമയത്ത് സഹായിക്കുകയില്ല. തൊഴിൽ രംഗത്ത് അപവാദം ഉണ്ടാകും. യാത്രകളിൽ അപകട സാധ്യത കാണുന്നു. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. അപവാദങ്ങൾ, വൃത്തിയില്ലായ്മ, സാമ്പത്തിക ബാധ്യത, ദുഃഖാനുഭവങ്ങൾ, സ്ഥാനഭ്രംശം എന്നിവ അനുഭവത്തിൽ വരാം. അടുത്ത ഉത്രട്ടാ നക്ഷത്രമാണ്. രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം. ആരോഗ്യ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ലഹരി ഉപയോഗിക്കരുത്. കർമ്മ തടസ്സം കാണുന്നു. അവസാനമായി രേവതി നക്ഷത്രമാണ്. ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അത്ഭുതകരമായ ഉയർച്ച ഉണ്ടാകും. ആരോഗ്യനിലയിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഉദ്യോഗക്കയറ്റം ഉണ്ടാകും. ബന്ധുജന സമാഗമം ഉണ്ടാകും. സത്സംഗങ്ങളിലും മറ്റും പങ്കെടുക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.